ഓ ഇത് കോർട്ട് ബ്രോ അല്ലേ ബിൽഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ റോഡ് കണ്ടിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ റോഡ് അവിടെ പണിയണം. ഇതിലൊരു ഓട്ടയില്ല, ഒരു എന്താ പറയാ, നല്ല നല്ല വൃത്തിയായിട്ട് പണിതുണ്ട്. ഓ താങ്ക് യു താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ, അവരെക്കാട്ടി കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞാനാണ് ഇവിടെ ആക്ച്വലി. പക്ഷെ അതാണ് അതാരും കാണുന്നില്ല എന്നേ ഉള്ളൂ. ബ്രോന് വേണം സുഡൂക്കാക്കാൻ. അത് എനിക്കറിയാം. പിന്നെ അറിയാലോ, എനിക്ക് അത്ര സമയമൊന്നും കിട്ടാത്തോണ്ട് പിന്നെ ആ പദവിയിലോട്ട് ഞാൻ പോവാത്തതാണ്. ഇടയിലൊക്കെ ഞാൻ ഇവിടെ ശരിക്കും ഞാൻ ഭരിക്കേണ്ടത്. എന്റെ പേരിനെ കണ്ടില്ല, ഫ്ലെയിം എന്നൊക്കെ. അതാണ് ഫുൾ തീക്കളിയാണ്. അതെ, തീക്കളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരൊക്കെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോർട്ട് ഉണ്ടാക്കി വെച്ചു. അതിന്റെ സൈഡായിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു കേസൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അന്വേഷിക്കുന്നത്. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, അവനായിട്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെയൊക്കെ അന്വേഷിക്കാറ്. ആക്ച്വലി വെറുതെ കയറുന്നത് ശരിക്കും എന്താ, ഇങ്ങോട്ട് കയറിയിട്ട് ഈ ബുക്കൊക്കെ വെറുതെ വായിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള സംഭവം. അത് വളരെ നല്ല ശീലം തന്നെയാണ്. കാരണം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ പറഞ്ഞ കോർട്ടാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ഇവിടെ വന്നിരുന്ന് സൈലൻസ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സംഭവമാണ്. ഇത് പിന്നെ കാഴ്ചക്കാർക്കുള്ള ഓരോ സെക്ഷൻ, ഇത് പിന്നെ ഓരോ ഇതിന്റെ ഇവിടെ ഓരോ കേസൊക്കെ ആര് പേരാണ് നടത്തുന്നത്, അവന്മാർ ഇവിടെ വന്ന് നിൽക്കും. അവിടെയും ഇവിടെയും ഓപ്പോസിറ്റ് പാർട്ടി സൈഡ്. ഓക്കെ അതൊക്കെ ഇനി തരണമെന്ന് ഞാൻ ആലോചിക്കണല്ലോ. നിങ്ങളൊരു ഡിറ്റക്റ്റീവ് കേപ്പബിലിറ്റീസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കണല്ലോ. എക്സാക്ട്ലി. ഇതൊക്കെ ഇവിടെ ബിയറിന്റെ ബിയർ പറഞ്ഞില്ലേ, ഞാൻ ആ ബിയറിന്റെ ഹോസ് ഉണ്ട്, ഹോസിന്റെ പരിപാടിയാണ്. ഞാൻ അവിടെ ഒരു വീട് കണ്ടിരുന്നു. അവിടെ പട്ടി, പൂച്ച, എരുമ, പിന്നെ മറ്റേ മീൻ, തവള. ഞാൻ പറയാ ബിയറിന്റെ കളികളാണ്. ബിയർ ഒരു ആനിമൽ ആയപ്പോ ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു മൃഗസ്നേഹിയുടെ ആയിരിക്കും. സത്യം പറഞ്ഞത് മൃഗമായിരുന്നുല്ലേ? മൃഗമായോണ്ട് മൃഗസ്നേഹിയാണ്. പുള്ളിനെ എനിക്കൊന്ന് വിശദമായിട്ട് മറ്റേ എന്തായിരുന്നു ചോദ്യം ചെയ്യണം. ചോദ്യം തന്നെ ചെയ്യണം. ഞങ്ങളിങ്ങനെ ഡിറ്റക്റ്റീവ്സ് ഇങ്ങനെ തുറന്നടിച്ച് പറയും. ബ്രോനടക്കം എനിക്കിപ്പോ ആണെങ്കിൽ ഡിറ്റക്റ്റീവ് ഒരു ഇതില് ചോദ്യം ചെയ്യാം. സത്യം പറ, ഇവിടുത്തെ പ്ലെയേഴ്സൊക്കെ എന്ത്? ഇവിടുത്തെ പ്ലെയേഴ്സ് എവിടെ പോയി? അതാണ് എനിക്കും അറിയാത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പ്ലെയേഴ്സ് എവിടെ പോയി? നിങ്ങൾ അത് അന്വേഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്ന്? അതന്വേഷിക്കാം, പക്ഷെ ഈ സ്ഥലമൊക്കെ അന്വേഷിക്കാൻ തോന്നുന്നില്ല. ഇവിടെ വീടൊക്കെ വെച്ചത് അത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതൊക്കെ ശരിക്കും ഒരു വഞ്ചനയാണ്, വഞ്ചന. ശരിയെന്നാ പൊക്കോ, ബൈ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. വെരി സസ്പീഷ്യസ്. എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തോ കള്ളക്കളിയുണ്ട്, കണ്ടുപിടിക്കണം. ഓട്ടം കണ്ട നമുക്ക് പുള്ളിയുടെ പിന്നാലെ ചെന്ന് നോക്കാം. ചിറകൊക്കെ വിടർത്തുന്നു. ഹലോ, നിങ്ങളെന്താ അവിടെ? അല്ല ഒന്നുമില്ല. പോയാ അല്ല, പൊക്കോ ഒന്നുമില്ല പൊക്കോ. നിങ്ങൾ ഒരു കാര്യം പറയും, ഞാൻ പോണോ പോണ്ടേ? പുള്ളി പോയിന്ന് ഉറപ്പുവരുത്താം. പുള്ളി പോയി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓഫീസിലേക്ക് പോവാം. പുള്ളിക്ക് എന്തോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എനിക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ പേര്
ഞാനിത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയതൊന്നല്ല. നമ്മളെങ്ങനെ കുറച്ച് OP ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ നമുക്ക് ഒരു സ്വന്തമായിട്ട് വീടുണ്ട്. അറിയോ സംതിങ് ഫിഷി. പിന്നെ ആരാ ICU മറ്റേ സംഭവില്ലേ ICU. പിന്നെ എന്റെ പേര് RS സുതിയൊന്നുമില്ലാത്ത പുള്ളില്ലാത്ത നമുക്കെന്തായാലും അപ്പതേ നമ്മുടെ ഇത്ര എമറാൾഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് എൻട്രി. ഓക്കെ, ഇതിന്റെ മണ്ടയ്ക്കാണ് നമ്മുടെ ഇത് കണ്ട എന്തോറായണെന്ന് കണ്ട. ഞാൻ ഈ കെമിക്സി കയറിയിട്ട് ഇത്ര ദിവസമായിട്ടും AFK ആണ് ഗൈസ്. എന്നിട്ട് AFK നിന്ന് കുറെ അയൺ ഒപ്പിച്ചിട്ടുണ്ട്. ഈ അയണ കൊടുത്ത് നമുക്ക് എമറാൾഡ് ആക്കിയിട്ട് വേണം ഡയമണ്ട് ആർമർ വാങ്ങാൻ. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ഇപ്പൊ കുറച്ച് എമറാൾഡും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഫോർച്യൂണിന്റെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് അയൺ എടുത്തിട്ട് നമുക്ക് ഒരു പിക്കെക്സ് ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് ഒരു 3 ഡയമണ്ട് എടുത്തിട്ട് വരണം. വന്നിട്ട് വേണം നമുക്ക് ആ പിക്കെക്സില് ഫോർച്യൂൺ 3 ഇട്ടിട്ട് ബാക്കി ഡയമണ്ടും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യാൻ. നമുക്ക് ഇഷ്ടം പോലെ ഡയമണ്ടിന്റെ ആവശ്യമുണ്ടെന്ന്. ഡയമണ്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു ചിറക് പോലും വാങ്ങാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചിറക് വാങ്ങണമെങ്കിൽ ഡയമണ്ട് വേണം. അപ്പൊ നമുക്ക് എന്തായാലും മൈനിങ്ങിന് പോവാന്ന്. അപ്പൊ നമ്മളാണെങ്കിൽ പിക്കെക്സും കാര്യങ്ങളും 2-3 ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്തെ ലുക്ക് ഇങ്ങനെയാട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഫോർച്യൂൺ 3യുടെ ബുക്ക് ഇട്ടിരിക്കട്ടെ, ഇതൊക്കെ ഇട്ടിരിക്കട്ടെ. ബാനർ ഒന്നും വേണ്ട. ക്യാരറ്റ് ഒക്കെ ഇരുന്നോട്ടെ. ഓക്കെ, പിന്നെ 4 ഗോൾഡൻ ക്യാരറ്റ്, അത് നമ്മുടെ ഫ്ലെയിം ബ്രോ തന്നതാണ്. അതൊരു കയ്യിലിരിക്കട്ടെ. ഇവിടെ ആയിട്ട് നമുക്കൊന്ന് കുളിച്ചു പോവാം ഗൈസ്. അവിടെ വലിയൊരു മൈനിങ് തന്നെ ഉണ്ടാകാരെ. നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം ഇവിടെ നിൽക്കുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. 2-3 ദിവസമായാലും നല്ല വൃത്തിക്ക് നിൽക്കണമല്ലോ, അങ്ങനെയാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇതിന്റെ മണ്ടക്കയിലേക്ക് കുഴിച്ചു പോവാം. അപ്പൊ എന്തായാലും നിങ്ങള് കുഴിച്ചു കഴിഞ്ഞാൽ താഴെത്തുമ്പോഴേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ചിട്ട് ചെയ്യുക. കെമിക്സിന്റെ വീഡിയോസ് 2-3 വിട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ ഒന്നുമില്ലെന്ന് ഞാൻ എന്തായാലും കുഴിച്ച് കുറച്ച് ഡയമണ്ട് ഒപ്പിക്കട്ടെ. കുഴി ഗ്രൈൻഡിന്റെ എന്തോ ആ പാട്ടൊന്നും എനിക്ക് പാടാറിയില്ല. ഓക്കെ, നമുക്ക് കുറച്ച് കോൾ കിട്ടിയിട്ടുണ്ട്. നൈസ്. ഇനി ഇത് വെള്ളം ഒഴിച്ച് താഴേക്ക് വേണമല്ലോ ദൈവമേ. ഇത് ഭയങ്കര പണിയായിട്ടാ. ഇങ്ങനെ അടച്ചടച്ച് പോവാ. ഇത് നല്ല പണിയെടുക്കണ ടൈമാണ്. നമുക്ക് വേണമെങ്കിൽ ലൈവ് വരുന്നു ഗൈസ്, പക്ഷെ എനിക്ക് ലൈവ് പോകാൻ മടിയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് വീണ്ടും കുഴിച്ചു പോവാം. ഇത് മിക്ക പറഞ്ഞ ഒരു സ്റ്റെയർ പോലെ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു പണിയാണ് ഗൈസ്. അതൊക്കെ ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളിനി അപ്ഡേറ്റ് ചെയ്യാന്ന്. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ സുഖം. അല്ലെങ്കിൽ എല്ലാം കാണണം. ഫസ്റ്റ് ഡയമണ്ട് 2 മാത്രം പറയരുത്. എനിക്ക് 3 വേണം. ഒരു 5 വേണം. 3 എടുത്തിട്ട് എനിക്ക് ഫോർച്യൂൺ 3 എടുത്തിട്ട് വരാം. 1 2 ഓ 3 പറ്റിച്ചില്ല. 2 ഞാൻ നോക്കിട്ട് 3 പറ്റിച്ച്. 3 ഉള്ളു. കറക്റ്റ് 3 കൊണ്ടെന്ന് വെച്ചില്ലേ ദൈവമേ. ഇവിടെ ഇല്ല, വെറുതെ മൈൻ ചെയ്യാന്നുള്ളു. കിടന്നുറങ്ങട്ടെ ഗൈസ്. ഭയങ്കര ക്ഷീണം. കുഴിച്ച് എന്റെ കൈയൊക്കെ ആകെ വേദനെടുക്കണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് പിക്കെക്സും കാര്യങ്ങളും ഉണ്ടാക്കാം. സ്റ്റിക്ക് എവിടെ മച്ചാനെ? നല്ല ഓക്കെ, നമ്മുടെ ഇതിന്റെ അകത്ത് ഒരു സ്റ്റിക്കാ. 2 കൂട്ടി എടുത്തിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ഫസ്റ്റ് പിക്കെക്സ്, അങ്ങനെ നമ്മള്
നമ്മുടെ ഫസ്റ്റ് പിക്കേക്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. 31 XP കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ ഫുഡൊക്കെ അടിച്ചിട്ട് നമുക്ക് 31 XP വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ. പിന്നെ അത് പറഞ്ഞപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളില്ല, പറ്റണമെങ്കിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോർച്യൂൺ 3 ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയ കളികളല്ല, ഇനി വലിയ കളികൾ. അത് നമ്മൾ അങ്ങനെ വീണ്ടും കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ പിക്കാക്സും കാര്യങ്ങളും നമുക്ക് ഓപ്പിയാക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പിക്കാക്സ് ഓപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റാനാണ്. ഇതിന്റെ പേരും കാര്യങ്ങളും മാറ്റാൻ 16 XP കൊടുക്കണല്ലേ? അതെന്താ അങ്ങനെ? ഇതിവിടെ ഗൈസ് RSന്റെ പിക്കാക്സ് എന്ന് പേര് കൊടുക്കാൻ പറ്റില്ലേ? 16 XP കൊടുക്കണം ഗൈസ്. ഇതിന് 1 XP മതിയായിരുന്നില്ലേ പേര് മാറ്റാൻ? 16 XP ഒന്നും കൊടുത്ത് നമുക്ക് പേരൊന്നും മാറ്റണ്ടോ? അപ്പൊ മോശമായി പോയിട്ടാ. എന്തെങ്കിലാവട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ പിക്കാക്സും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് മൈനിങ്ങിന് ഇഷ്ടം പോലെ ഡൈവിന്റെ കാര്യങ്ങൾ ഒപ്പിക്കാം. അപ്പൊ വരുന്ന എപ്പിസോഡിൽ ഞാൻ റിച്ച് RS. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പിന്നെ കെമിക്സിൽ എന്ത് ടൈപ്പ് വീഡിയോസ് ഒക്കെ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യുക. നമ്മൾ എന്തായാലും ആ ടൈപ്പും കൂടി നമ്മൾ കുത്തി നിറച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കുറച്ച് ബാമ്പു വളർന്നിക്കുന്നു. ഇത്രം വളരണ്ടാ നീ, എന്നെക്കാളും ഒരു വലുതാവണ്ട. ഓക്കെ, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ കെമിക്സിൽ. അതാണ്, ആരും ഇല്ലെന്ന്, എല്ലാരും ബിസിയാണ്. എന്നെ പോലെ ഇങ്ങനെ ഒരു പണിയില്ലാണ്ടിരിക്കല്ലെന്ന്. കുറെ ഗോൾഡ് കിട്ടി. ഞാൻ അവിടെ സ്വർണ്ണക്കടത്തുകാരനാവും ഈ കണക്കിന് പോയാ. ഇതൊക്കെ നമുക്ക് അടച്ചേക്കാം ഗൈസ്. നമ്മൾ കുറച്ച് മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോയി. നമുക്ക് 47 ഡയമണ്ടും കാര്യങ്ങളും കിട്ടി. ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടി പോയിരുന്നു. എനിക്ക് മടുത്ത് വയ്യ ഗൈസ്. നമുക്ക് എന്തായാലും മണ്ടക്കേലേക്ക് പോവാം. മണ്ടയ്ക്ക് കണ്ടില്ല. മണ്ടയ്ക്ക് അല്ലെങ്കിൽ മുകളിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഗൈസ് പറയാ? ഞാൻ മുകളിന്ന് പറയാറ്, പക്ഷെ എല്ലാരും പറയണ കേട്ട് ഇപ്പൊ മണ്ടക്കേന്ന്. വേണ്ട, മുകളിൽ അത് മതി. അത് പറയുമ്പോ എന്തോ പോലെ ഗൈസ്. ചാടി ഞാൻ എന്താ കങ്കാരു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മുകളിൽ നല്ല നൈറ്റ് ആണ് ഗൈസ്. എനിക്കപ്പോ നല്ല പണി കിട്ടും. ഷുഗർ കേനൊക്കെ വലുതായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടില് എത്തി ഗൈസ്. അങ്ങനെ അടുത്ത രാവിലെ ഒന്നല്ല, 2-3 ദിവസമായി ഗൈസ്. നമുക്ക് 47 ഡയമണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നമ്മളിപ്പോ യൂസും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. നമ്മളെന്തായാലും എമറാൾഡ് കൊടുത്തിട്ട് തന്നെ വാങ്ങണുള്ളൂ. പിന്നെ അവിടെ ബുക്ക്ഡ് MGന്ന് കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് മരം കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ ടിക്കറ്റ് MG ബ്രോയാണ്. ഓക്കെ, പുള്ളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ. പുള്ളി അത്യാവശ്യം നല്ല ബിസിയാണ്, അതുകൊണ്ടാണ് പുള്ളി വീഡിയോയിലും കാര്യങ്ങളും വരാത്ത. ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിലൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കിട്ടിയ അവിടെ നിന്ന് കിട്ടിയ ഹെഡും കാര്യങ്ങളൊക്കെ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ വീട് എങ്ങനെയുണ്ടെന്ന് കൂടി കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ 47 ഡയമണ്ട് W. ഓക്കെ, പിന്നെ ഒന്നുമില്ലെന്ന്. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു തവണ ചത്ത്. അതാണ് നിങ്ങൾ XP ഒന്നും നോക്കണ്ടത്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ ചാവാണ്ട് മാക്സിമം കളിക്കാൻ നോക്കിയത് ഗൈസ്. എന്ത് ചെയ്യാ, ഞാൻ ഡ്രീം ഒന്നുമില്ലെന്ന്, ഞാൻ ചത്തുപോയി.